ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും അറിയാലോ അടുത്ത ആഴ്ച ദീപാവലിയാണ്. അപ്പോൾ നമ്മളിന്ന് ദീപാവലി സ്പെഷ്യൽ മിൽക്ക് പേടയാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പാൽ 1 ലിറ്റർ, പഞ്ചസാര 1/2 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും. ആദ്യം നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് പാല് മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പാല് മൊത്തം നന്നായിട്ട് കുറുകി നല്ല കട്ടിയായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് പാല് നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ഹീറ്റിൽ വേണം ഇളക്കാൻ. അധികം ചൂടായി കഴിഞ്ഞാൽ പാലടിയിൽ പിടിച്ചു പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ദാ നമ്മുടെ പാല് പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും കുറുകിയിട്ട് വരണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്തായാലും നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. സൈഡിൽ പിടിച്ചതൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇപ്പോൾ പാല് ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ചേർക്കാം. പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടെ കട്ടയായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതുവരെ നിർത്താണ്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ചൂട് ആറി വരുമ്പോഴേക്ക് ഇതൊന്നും കൂടെ കട്ടിയായിക്കോളും. പിന്നെ നമുക്കിത് ഉരുട്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിലേക്ക് ആക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് ആവശ്യത്തിനുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് റൗണ്ട് ഷേപ്പിലേ ആക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കാഷ്യൂ നട്ട് വെച്ചിട്ടൊന്ന് ഗാർണിഷും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽപേട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ഈ റെസിപ്പി. അപ്പോൾ ഈ ദീപാവലിക്ക് എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.